രാജീവ്. വാളിയാ വാ. അച്ഛാ, മോളെ, അമ്മ, എന്താ മോളെ, എന്താ ഉണ്ടായത്? ആന്റി, ഞങ്ങൾക്കൊന്നും അറിയില്ല. എന്റെ പൊന്നളയോ, വല്ലാത്തൊരു കുരുക്കിലാണല്ലോ നമ്മളിന്ന് പെട്ടിരിക്കുന്നത്. കളിത്തോക്കാണെന്ന് കരുതി മോള് ഒറിജിനൽ തോക്കെടുത്ത് അങ്ങ് പൊട്ടിച്ചു, അതും ക്ലാസ് മുറിയിൽ. ഈ ടീച്ചറിന്റെ നെഞ്ചത്ത് ഉണ്ട കയറായിരുന്നത് ഭാഗ്യം. ഇല്ലെങ്കിൽ മോളിപ്പോ കൊലക്കേസിലെ പ്രതിയായന്. അബദ്ധം പറ്റിയതാ. ഇതങ്ങനെ അബദ്ധമെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റൂല അളിയാ. കളക്ടറും വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഇപ്പൊ തന്നെ വിവരം അറിഞ്ഞിട്ടുണ്ട്. രാജീവേ, ദയവേദി കേസ് പ്രൊസീഡ് ചെയ്യരുത്. കുട്ടികളുടെ ഭാവിയുടെ കാര്യമോ, എങ്ങനെയെങ്കിലും എന്റെ മോളെ രക്ഷിക്കണം. രാജീവ്, അറിയാലോ, മോള് കുഞ്ഞല്ലേ, അവളാകെ പേടിച്ചിരിക്ക. ദയവ് ചെയ്ത് അവളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകരുത്. എന്റെ മോള് താങ്ങില്ല. പ്ലീസ് രാജീവ്. സാർ സഹായിക്കണം. ഞങ്ങളുടെ സ്കൂളിന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. ടീച്ചറെ, എനിക്ക് സഹായിക്കാൻ മനസ്സിലായിട്ടല്ല. ഈ നിൽക്കുന്ന എന്റെ സ്വന്തം അളിയനാ. അളിയന്റെ മോളാ ഇത്. പക്ഷെ നിയമം പാലിച്ചല്ലേ പറ്റൂ. അതും ഇത്രയും വലിയൊരു ഇഷ്യൂ ആയ സ്ഥിതിക്ക് എനിക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും മാഡം? രാജീവ്, പ്ലീസ്. എനിക്ക് സഹായിക്കണമെന്നുണ്ട്. ഈ നിൽക്കുന്ന അളിയനെ ഓർത്തല്ല. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയപ്പോ എന്നോടും ശിശിരോടും സമൃദ്ധ കാണിച്ചൊരു നല്ല മനസ്സുണ്ട്. അത് ഞാൻ മറക്കില്ല. എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. അളിയ വന്നേ, ഒരു കാര്യം പറയട്ടെ. ഗോകുൽ, ഞാനിപ്പോലെ